പൗരാണിക കുടുംബമായ പാലക്കുന്നത്ത് കുടുംബത്തിൽ നിന്നും നവീകരണ സഭയായ മാർത്തോമാ സഭയ്ക്ക് ലഭിക്കുന്ന 5ാമത്തെ മെത്രാപ്പോലിത്തയാണ് ഡോക്ടർ ജോസഫ് മാർത്തോമാ മെത്രാപ്പോലിത്ത. തീത്തൂസ് 2ാമൻ മെത്രാപ്പോലിത്തായുടെ സഹോദരൻ, കടവൻ തോമാച്ചന്റെ മകൻ ശ്രീ ലൂക്കോസിന്റെയും പുത്തൻവീട്ടിൽ മറിയാമ്മയുടെയും മകനായി ബേബി എന്ന ചെല്ലപ്പേരുള്ള ജോസഫ് 1931 ജൂൺ 27-ാം തീയതി ജനിച്ചു. മാരാമൻ പള്ളിയിൽ വെച്ച് അഭിവന്യ തീത്തൂസ് 2ാമൻ മെത്രാപ്പോലിത്ത മാമോദിസ നൽകി സഭയുടെ അംഗത്വത്തിലേക്ക് പ്രവേശിപ്പിച്ചു. വിദ്യാഭ്യാസം മാരാമൻ, കോഴഞ്ചേരി എന്നീ സ്കൂളുകളിലും ബിരുദം ആലുവ UC കോളേജിലും നിർവഹിച്ചു. ബിരുദാനന്തര പഠനത്തിനായി പോകുവാൻ ആഗ്രഹിച്ചപ്പോൾ ദൈവശാസ്ത്ര പഠനത്തിന് പോകുവാനാണ് ദൈവവിളി ഉണ്ടായത്. ജീവിതത്തിൽ ഒരു പ്രവർത്തന രംഗം തിരഞ്ഞെടുക്കുമ്പോൾ ദൈവത്തോട് ആലോചിച്ച് ശേഷം മാത്രമേ എടുക്കാവൂ എന്ന എബ്രഹാം മാർത്തോമയുടെ വാക്കുകൾ ജീവിതത്തിൽ സ്വീകരിച്ച് BD പഠനത്തിനായി ബാംഗ്ലൂരിലുള്ള UC കോളേജിൽ ചേർന്ന് പഠിച്ചു. BD പഠനത്തിന് ശേഷം മാർത്തോമാ സഭയിൽ 1957 ജൂൺ 29-ാം തീയതി വിശുദ്ധ പത്രോസ്, വിശുദ്ധ പൗലോസ് ശ്ലീഹന്മാരുടെ നാളുകളിൽ മാരാമൻ പള്ളിയിൽ വെച്ച് അഭിവന്യ മാത്യൂസ് മാർ അത്താനോസിസ് എപ്പിസ്കോപ്പായുടെ കാർമ്മികത്വത്തിൽ ഷമ്മാശപ്പട്ടം സ്വീകരിച്ചു. 1957 ഒക്ടോബർ 18-ാം തീയതി തുമ്പമൻ ബഥേൽ മാർത്തോമാ പള്ളിയിൽ വെച്ച് അഭിവന്യ മാത്യൂസ് മാർ അത്താനോസിസ് എപ്പിസ്കോപ്പയാൽ കശീശ സ്ഥാനത്തേക്ക് ഉയർത്തപ്പെട്ടു. തുടർന്ന് റാന്നി ക്രിസ്തോസ് ഇടവക, പഴവങ്ങാടി ഇടവക തുടങ്ങി റാന്നിക്ക് ചുറ്റുമുള്ള ഇടവകകൾ, കോഴിക്കോടും അതിനു ചുറ്റുമുള്ള ഇടവകകൾ, തിരുവനന്തപുരം, കുണ്ടറ, മദ്രാസ് എന്നീ ഇടവകകളിൽ ഫലകരമായ ശുശ്രൂഷ നിർവഹിച്ചു. 1965-66 കാലഘട്ടത്തിൽ ഉപരിപഠനത്തിനായി അമേരിക്കയിലെ വെർജീനിയ എപ്പിസ്കോപ്പൽ സെമിനാരിയിൽ ചേർന്ന് പഠനം നടത്തി. 1966-67 വർഷങ്ങളിൽ ഇംഗ്ലണ്ടിലെ ഓക്സ്ഫോർഡ് വിക്ലിഫ് കോളേജിലും കാൻഡർബറി, ഓക്സ്ഫോർഡ്, സെന്റ് അഗസ്റ്റിൻ കോളേജിലും ബിരുദാനന്തര പഠനം നടത്തി. ഈ പഠനങ്ങളും യാത്രയും തിരുമേനിയുടെ എക്യുമെനിക്കൽ ദർശനത്തിന് അടിത്തറ പാകിയ അനുഭവമായി തിരുമേനി മനസ്സിലാക്കുന്നു. 1974 നവംബറിൽ കൂടിയ മാർത്തോമാ സഭയുടെ സഭാപ്രതിനിധി മണ്ഡലം റവറൻ PT ജോസഫ്, റവറൻ VT കോശി എന്നിവരെ എപ്പിസ്കോപ്പ സ്ഥാനത്തേക്ക് തെരഞ്ഞെടുത്തു. 1975 ജാനുവരി 11-ാം തീയതി തൃശൂർ എബനേസർ മാർത്തോമാ പള്ളിയിൽ വെച്ച് ഇരുവരും റമ്പാന്മാരായി പട്ടം കെട്ടപ്പെട്ടു. 1975 ഫെബ്രുവരി 8-ാം തീയതി തിരുവല്ല SCSൽ വെച്ച് ഇരുവരും ജോസഫ് മാർ ഐറേനിയസ്, ഈശോമാർ തിമത്യൂസ് എന്നീ പേരുകളിൽ എപ്പിസ്കോപ്പമാരായി അഭിവന്യ യൂഹാനോൻ മാർത്തോമാ മെത്രാപ്പോലിത്തയാൽ അഭിഷേകം ചെയ്യപ്പെട്ടു. എപ്പിസ്കോപ്പയായി അഭിഷേകം ചെയ്യപ്പെട്ടതിനു ശേഷം കൊല്ലം കൊട്ടാരക്കര ഭദ്രാസന അധ്യക്ഷനായി 5.5 വർഷക്കാലം ചുമതല നിർവഹിച്ചു. തുടർന്ന് ബാഹ്യകേരളം, മലേഷ്യ, സിംഗപ്പൂർ എന്നീ ഭദ്രാസനങ്ങളുടെ അധ്യക്ഷനായി 8 വർഷക്കാലം ചുമതല നിർവഹിച്ചു. 1988 മുതൽ 1997 വരെ തിരുവനന്തപുരം, കൊല്ലം ഭദ്രാസന അധ്യക്ഷനായി ചുമതല വഹിച്ചു. 1997 ഓഗസ്റ്റ് മുതൽ 2007 വരെ
അടൂർ ഭദ്രാസനത്തിന്റെ ചുമതല നിർവഹിച്ചു. 1999 മാർച്ച് 15-ാം തീയതി മാർത്തോമാസ് സഭയുടെ സബർഗൻ മെത്രാപ്പൊലിത്തയായി ഉയർത്തപ്പെട്ടു. പട്ടത്വ ശുശ്രൂഷയിൽ പ്രവേശിച്ചതിന്റെ 50-ാം വർഷമായ 2007 ഒക്ടോബർ 2-ാം തീയതി മാർത്തോമാസ് സഭയുടെ 21-ാം മാർത്തോമാ മെത്രാപ്പൊലിത്തയായി ഡോക്ടർ പീലിപ്പോസ് മാർ ക്രിസോസ്റ്റത്തിൽ നിന്നും സ്ഥാനാരോഹണം ചെയ്യപ്പെട്ടു. ജോസഫ് മാർ ഐറേനിയസ് സബർഗൻ മെത്രാപ്പൊലീത്ത ജോസഫ് മാർ തോമാ മെത്രാപ്പൊലീത്തയായി സ്ഥാനാരോഹണം ചെയ്യപ്പെടുന്നു. പിതാവിന്റെയും ആമേൻ പുത്രന്റെയും ആമേൻ പരിശുദ്ധ റൂഹായുടെയും തിരുനാമത്തിൽ തന്നെ ആമേൻ. അത്യുന്നതനായ ദൈവത്തിന്റെ കരുണാപൂർണമായ പരിപാലനത്തിൽ അങ്ങയെ ഞങ്ങൾ പരമേൽപ്പിക്കുന്നു. ജനങ്ങൾ അങ്ങയെ ബഹുമാനിക്കുകയിട്ട് ദൈവം അങ്ങയെ സഹായിക്കട്ടെ. അങ്ങയുടെ പ്രാർത്ഥനകളും അപേക്ഷകളും സ്വർഗസ്ഥനായ പിതാവ് കേൾക്കട്ടെ. ബഹുമാനവും വിശുദ്ധിയും പരിജ്ഞാനവും മഹാശമനസ്കതയും നീതിയും സത്യവും താഴ്മയും ദൈവഭക്തിയും കൊണ്ട് സർവശക്തൻ അങ്ങയെ അലങ്കരിക്കട്ടെ. സഭ അങ്ങയുടെ മാതാവും വിശുദ്ധ ദൂതന്മാർ സഖികളും അപ്പോസ്തലന്മാർ സഹോദരങ്ങളുമായിരിക്കട്ടെ. വലത്തും ഇടത്തും ദൂതന്മാർ അങ്ങേക്ക് കാവലായിരിക്കട്ടെ. എന്നേക്കും ഒന്നായിരിക്കുന്ന സത്യത്രിയേക ദൈവത്തിന്റെ നാമത്തിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെടുന്നതായിരിക്കട്ടെ. മലങ്കര സുറിയാനിലെ സ്വീകരിക്കുക. വഴി തോറ്റിപ്പോകുന്നവരെ വരുത്തുക. ബലഹീനരെ താങ്ങുക. ഉദാസീനരെ ഉത്സാഹിപ്പിക്കുക. ആട്ടിൻകൂട്ടത്തെ മേയിക്കുക. എപ്പിസ്കോപ്പന്മാർക്കും പട്ടക്കാർക്കും തിരുസഭയിലെ ജനങ്ങൾക്കും കർത്താവിൽ പിതാവായിരിക്കുക. തിരുരക്തത്താൽ സഭയെ വീണ്ടെടുത്ത ആട്ടിൻകൂട്ടത്തിന്റെ ഉടവൻ അങ്ങ് ഇതിനെ സഹായിക്കട്ടെ. ജോസഫ് മാർ തോമാ മെത്രാപ്പൊലീത്ത ഉത്തമനും യോഗ്യനുമാകുന്നു. ജോസഫ് മാർ തോമാ മെത്രാപ്പൊലീത്ത ഉത്തമനും യോഗ്യനുമാകുന്നു. ജോസഫ് മാർ തോമാ മെത്രാപ്പൊലീത്ത ഉത്തമനും യോഗ്യനുമാകുന്നു. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. Evangelion kadisod morones misiha korus somahioni sotaman Yohanan sliho the mahrasai furkono la olmom കന്യകയായ മറിയാമിൽ നിന്ന് ജനമെടുത്ത ദൈവമായ ജീവന്റെ വചനമായ നമ്മുടെ ദൈവവും കർത്താവും രക്ഷിതാവുമായ യേശു മിശിഹായുടെ നടപടിയുടെ നാളുകളിൽ ഇപ്രകാരം സംഭവിച്ചു. ആമേൻ ആമേൻ. ഞാൻ നിങ്ങളോട് പറയുന്നു, ആട്ടിൻ തൊഴുത്തിൽ വാതിലിലൂടെ കടക്കാതെ വേറെ വഴിയായി കയറുന്നവൻ കള്ളനും കവർച്ചക്കാരനും ആകുന്നു. വാതിലിലൂടെ കിടക്കുന്നവനോ
ആടുകളുടെ ഇടയനാകുന്നു. അവന് വാതിൽക്കാവൽക്കാരൻ തുറന്നു കൊടുക്കുന്നു. ആടുകൾ അവൻ്റെ ശബ്ദം കേൾക്കുന്നു. തൻ്റെ ആടുകളെ അവൻ പേർ ചൊല്ലി വിളിച്ച് പുറത്ത് ചേർത്തുകൊള്ളും. തനിക്കുള്ളവയെ ഒക്കെയും പുറത്ത് കൊണ്ടുപോകുകയും ചെയ്യും. അവൻ അവയ്ക്ക് മുൻപായി നടക്കുന്നു. ആടുകൾ തൻ്റെ ശബ്ദം കേൾക്കുകയും അവനെ അനുഗമിക്കുകയും ചെയ്യുന്നു. അന്യന്മാരുടെ ശബ്ദമോ അറിയായകൊണ്ട് അവ അന്യനെ അനുഗമിക്കാതെ വിട്ട് ഓടിപ്പോകും. ഈ സാദൃശ്യം യേശു അവരോട് പറഞ്ഞു. എന്നാൽ തങ്ങളോട് പറഞ്ഞത് ഇന്നതെന്ന് അവർ ഗ്രഹിച്ചില്ല. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനവും നിരപ്പും ഉണ്ടായിരിക്കട്ടെ. യസ്വൽ സോനൽ ഹായേ ഓൽ മോബീഷോൽ മുൻ അർമി സോൻ ബസ് ഹോഷോ നശ്വരമാം വീടേ എന്തിനു മോഹിപ്പിച്ചെന്നെ പാപക്കടലേ നീ എന്തിനാഴത്തിൽ താഴ്ത്തി നാഥൻ നോക്കി പാർക്കും സ്ഥാനത്തിൽ മരണം വന്നൻ മോദപ്പൂ ഹന്തകവ